Hello everyone. So this is Miss Devi. നമ്മളിപ്പോ മാത്തമെറ്റിക്സ് ഓഫ് ചാൻസ് അല്ലെ ആ ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. സോ അതിന്റെ ഒരു സെഷൻ 1 ഉണ്ടായിരുന്നു. സെഷൻ 1 എന്താണ്, നമ്മൾ ജസ്റ്റ് പ്രോബബിലിറ്റി, ഏതിനായിരിക്കും കൂടുതൽ സാധ്യത അല്ലെ, ഏതെങ്കിലും ഒരു ഇവന്റിന്റെ അതൊക്കെ പഠിച്ചു. നമ്മൾ പിന്നെ 2 ഇവന്റ്സ് ഉണ്ടെങ്കിൽ 2 ഇവന്റ്സിൽ നിന്നും ഏതിനായിരിക്കും കൂടുതൽ ചാൻസ് എന്നുള്ളതൊക്കെ അതിന്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞു. ഇതിന്റെ മാത്തമെറ്റിക്കൽ ഫോർമുലയായിട്ട് നമുക്ക് ഞാൻ ഒന്നുകൂടിയും പറയാം. സോ ദ നമ്പർ പ്രോബബിലിറ്റി പി ഓഫ് എ എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു ഇവന്റ് ഉണ്ടെങ്കിൽ, ഇപ്പൊ ടോസിങ് എ കോയിൻ, അതിൻ്റെ അകത്ത് എന്താണ്, എനിക്ക് ഒരു ഹെഡ് മാത്രം, കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ ഒരു ഹെഡ് മാത്രം കിട്ടണം എനിക്ക്, അതിന്റെ ചാൻസ് എത്രത്തോളം ഉണ്ട്. അപ്പൊ അതാണ്, അതൊരു ഇവന്റ് ആണ്. അപ്പൊ അതിന് ഞാൻ എ എന്ന് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇ എന്നോ എല്ലാം കൊടുക്കാം. അപ്പം പി ഓഫ് എ എന്ന് പറയുമ്പോൾ അത് പ്രോബബിലിറ്റി ഓഫ് ദാറ്റ് ഇവന്റ്. അപ്പൊ പി ഓഫ് ഇ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ദ ഹോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് അല്ലെ, അതിൻ്റെ അകത്ത് ഉണ്ടാകാവുന്ന എല്ലാ പോസിബിൾ ഔട്ട്കംസ്. ഇപ്പം 2 കോയിൻസ് ടോസ് ചെയ്യുവാണെങ്കിൽ എന്താണ്, ഒന്ന് ഹെഡും വരാം, ഒന്ന് ടെയിലും വരാം, പിന്നെ ഒന്ന് ഹെഡും ഒരു ടെയിലും, പിന്നെ ഒരു ടെയിലും ഒരു ഹെഡ്, അങ്ങനെ റിവേഴ്സ് ആയിട്ടും വരാം. അപ്പൊ അതാണ് ആ എല്ലാ പോസിബിൾ. അപ്പൊ 4 പോസിബിൾ ഔട്ട്കംസ് അല്ലെ, 4 ഉണ്ടാവും. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് എന്താ, എനിക്ക് എന്തായാലും വേണ്ട ഒറ്റ ഹെഡ് ആയിട്ട് കിട്ടണം അല്ലെ, ഒറ്റ ഹെഡ് മാത്രം. അങ്ങനെ അതെന്താ, ഒന്ന് ഇപ്പുറത്തൊരു ടെയില് ഇപ്പുറത്തൊരു ഹെഡ്, അല്ലെങ്കിൽ ഇപ്പുറത്തൊരു ഹെഡ് ഇപ്പുറത്തൊരു ടെയില്, അങ്ങനെ വരാം. അപ്പൊ 2 പോസിബിൾ. 2/4. അപ്പൊ അതിനെനിക്ക് എന്താ, n ഓഫ് എ ബൈ n ഓഫ് എസ് എന്നും പറയാം. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസിന് n ഓഫ് എ ബൈ n ഓഫ് എസ്. എസ് എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസിന്റെ എസ് ആണ്, ക്യാപിറ്റൽ എസ്. സാമ്പിൾ സ്പേസ്, അതിനകത്ത് ഉണ്ടാവുന്ന എല്ലാ ഇവന്റ്സ്. ഇപ്പം ആ 2 കോയിൻസ് ടോസ് ചെയ്തല്ലോ, അപ്പൊ അതിൻ്റെ ഹെഡ് ടെയില് അല്ലെ, പിന്നെ എന്തൊക്കെയാണ്, ഹെഡ് ടെയില് ഹെഡ്. അപ്പൊ 4 ഇത്, ആ 4ഉം കൂടെ ഒരു സെറ്റ് ആയിട്ട് എഴുതുന്നതാണ്, അല്ലെങ്കിൽ ഒരു സ്പേസിൽ എഴുതുന്നതിനാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയാം. അപ്പൊ ആ സാമ്പിൾ സ്പേസിൽ എന്തോരം ഉണ്ട്, എത്രത്തോളം ഉണ്ട്, 4 എണ്ണം. അപ്പൊ അതാണ് ആ ടോസിങ് 2 കോയിൻസിലുള്ളത്. നമുക്കപ്പം ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് 2-3 ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഈച്ച് ഓഫ് ദ പ്രോബ്ലംസ് ബിലോ കമ്പ്യൂട്ട് ദ പ്രോബബിലിറ്റി ആസ് എ ഫ്രാക്ഷൻ ആൻഡ് ദെൻ റൈറ്റ് ഇറ്റ് ഇൻ ഡെസിമൽ ഫോം ആൻഡ് ആസ് എ പെർസെന്റ്. അപ്പൊ ഇവര് പറയുന്നത് എന്താ, ഈ തന്നിരിക്കുന്ന പ്രോബ്ലംസിൽ എന്താണ്, നമ്മൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. അതെങ്ങനെയാ, ഫ്രാക്ഷൻ ഫോമില്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ, ഡെസിമൽ ഫോമിലും എഴുതണം, പെർസെന്റേജ് ഫോമിലും എഴുതണം അല്ലെ. ഡെസിമലിലും പെർസെന്റിലും ഫ്രാക്ഷനിലും നമ്മൾ കണ്ടുപിടിക്കും. ഈ 3 എണ്ണം. അപ്പൊ എന്താണ്, ഒന്നുമില്ല, നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടുപിടിച്ച പോലെ തന്നെ ഈ ഒരു ഫോർമുല വെച്ച് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസിൽ മാത്രം ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ട്വിസ്റ്റ്, അത്രേ ഉള്ളൂ. If one number from 1, 2, 3 to 10 is chosen, what is the probability that it is a prime number? നമ്മള് 1, 2, 3, 10 വരെ, 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സ് എടുത്താൽ, ഇതിനകത്ത് ഏതെങ്കിലും നമ്പർ നമ്മൾ ചൂസ് ചെയ്താൽ അതില് ആ ചൂസ് ചെയ്യുന്ന നമ്പർ പ്രൈം നമ്പർ ആകാനുള്ള സാധ്യത അല്ലെങ്കിൽ പ്രോബബിലിറ്റി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എളുപ്പമല്ലേ? അപ്പൊ നമ്മുടെ നമുക്ക് ജനറൽ ഫോർമുല കയ്യിലുണ്ടല്ലോ, എന്താണ്, P of A is equal to N of S അല്ലെ. N of A by N of S. N of A എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ്. ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൈം നമ്പർ ഇവിടെ കേസ് ചോദിക്കണം അല്ലെ, പ്രൈം നമ്പർ ആകാനുള്ള സാർ. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, എത്ര പ്രൈം നമ്പേഴ്സ് ഈ 1 to 10 ഇടയിൽ ഉണ്ടെന്ന് നോക്കണം അല്ലെ. സാമ്പിൾ സ്പേസിൽ എന്തോരുണ്ട്, സാമ്പിൾ സ്പേസ്, ആദ്യം നമ്മൾ സാമ്പിൾ സ്പേസ് എഴുതണം. ഇങ്ങനെ സാമ്പിൾ സ്പേസിൽ എന്തോരുണ്ട്, സാമ്പിൾ സ്പേസ് എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അല്ലെ. 1 to 10 നമ്പേഴ്സിലാ പറഞ്ഞിരിക്കണം അല്ലേ. അപ്പം
അത്രയും നമ്പേഴ്സ് ആണ് സാമ്പിൾ സ്പേസിൽ എഴുതേണ്ടത്. നമുക്ക് ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ് അല്ല, സാമ്പിൾ സ്പേസിലോട്ട് എഴുതണം. ഇനി നമുക്കെന്താ ഇവന്റിന് എത്ര വേണം? ഇവന്റിന് ഞാൻ എ ആയിട്ട് കൊടുത്തു. അപ്പൊ എത്രയാ? ഏതൊക്കെയാ വരിക? പ്രൈം നമ്പേഴ്സ്. എന്താണ് പ്രൈം നമ്പേഴ്സ്? അല്ലെങ്കിൽ ഞാനിവിടെ പ്രൈം നമ്പേഴ്സ് തന്നെ എഴുതാം. പ്രൈം നമ്പേഴ്സ് ബിറ്റ്വീൻ 1 to 10. എത്രയാ? 1 ഒരു പ്രൈം ആണ്. 1 is neither prime nor composite എന്നാ. 2 വരാം അല്ലെ? 2 ഒരു പ്രൈം നമ്പറാ. 3, 4 ഉണ്ടോ? ഇല്ല. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞല്ലോ ഒന്നല്ലെങ്കിൽ ആ സെയിം നമ്പർ കൊണ്ട് അല്ലെങ്കിൽ 1 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം നമ്പേഴ്സ്. വേറെ ഒരു നമ്പർ കൊണ്ടും ഡിവിസിബിൾ അല്ല. ഒന്നല്ലെങ്കിൽ ആ നമ്പർ അല്ലെങ്കിൽ 1 കൊണ്ട്. ഇപ്പൊ 2 കൊണ്ടും 1 കൊണ്ടും മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് അതൊരു പ്രൈം നമ്പർ. 3 കൊണ്ടും 1 കൊണ്ട്. വേറെ 6 കൊണ്ട് പറ്റുമോ? ഇല്ല, ഡിവിസിബിൾ അല്ല. വേറെ ഒരു നമ്പർ വെച്ച് നമുക്ക് ഈ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇനി 4 പറ്റില്ല. 4 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ? 5നെ 5 കൊണ്ടോ അല്ലെങ്കിൽ 1 കൊണ്ടേ പറ്റുമോ? 6 പറ്റുമോ? ഇല്ല. 7 പറ്റും. ഇനി 8 പറ്റുമോ? ഇല്ല. 8നെ എന്താ 2 കൊണ്ടും പറ്റും 4 കൊണ്ടും പറ്റും അല്ലെ ഡിവൈഡ് ചെയ്യാം. ഇനി 9 പറ്റും, 3 കൊണ്ട് പറ്റും. 10ന് 2 കൊണ്ടും പറ്റും 5 കൊണ്ടും പറ്റും 10 കൊണ്ടും പറ്റും 1 കൊണ്ടും പറ്റും അല്ലെ? അപ്പോ നമ്മുടെ പ്രൈം നമ്പേഴ്സ് ഇത്രയുണ്ട്. അപ്പൊ നമ്മുടെ എ എന്ന് പറയണ ഇതിൽ എന്ത് വരും? 2, 3, 5, 7. അപ്പൊ നമ്പർ ഓഫ് പ്രൈം നമ്പേഴ്സ് എത്രയുണ്ട്? അല്ലെങ്കിൽ എൻ ഓഫ് എ അല്ലെ? എ എന്ന് പറയുന്നത് എന്താണ്? പ്രൈം നമ്പേഴ്സിന്റെ ഇത്. അപ്പൊ എൻ ഓഫ് എ എത്ര എണ്ണം വരും? 4. എൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 ഉണ്ട്. നമുക്ക് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ അല്ലെ? അപ്പൊ പി ഓഫ് എ ഇസ് ഈക്വൽ ടു, ഇവിടെ എന്താണ് സാമ്പിൾ സ്പേസിൽ എത്തോനുണ്ട്? 10 എണ്ണം ഉണ്ട് അല്ലെ? എൻ ഓഫ് എസ് എത്രയാ? 10. അപ്പം എൻ ഓഫ് എസിന്റെ അവിടെ 10, എൻ ഓഫ് എയുടെ അവിടെ 4. നോക്കിക്കേ. ഇനി എനിക്ക് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാലോ. 4നെയും 10നെയും. 4 × 10 എന്തിന്റെ മൾട്ടിപ്പിളാ? 2ന്റെ അല്ലെ? 2 × 2 4ഉം 5 × 2 10ഉം. അപ്പൊ 2 2s are 4. ഇത് 2 കൊണ്ടും പോയി. ഇതെന്താ? 5 2s are 10. എന്താണ്? 2/5. കിട്ടിയില്ലേ? നമ്മുടെ പ്രോബബിലിറ്റി എന്താ? അപ്പം 1 to 10 നമ്പേഴ്സിൽ ചൂസ് ചെയ്യുമ്പോ അതൊരു പ്രൈം നമ്പർ ആകാനുള്ള സാധ്യത എന്താണ്? എത്രത്തോളം ഉണ്ട്? 2/5. നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ തീർന്നോ? ഇല്ല. എന്താ? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോ ഫ്രാക്ഷനിൽ 2/5 കിട്ടിയ നമുക്ക് എന്തിലാക്കണം? ഡെസിമൽ ഫോമിൽ എഴുതണം, പെർസെന്റേജ് ഫോമിൽ എഴുതണം. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമുക്ക് 2/5 ഫ്രാക്ഷനിൽ എഴുതി. അപ്പൊ നിങ്ങൾക്ക് ഡെസിമൽ ഫോമിലും ഫ്രാക്ഷൻ ഫോമിലും എഴുതുമ്പോ എന്താണ്? ഈ 4/10 അതുപോലെ ഇപ്പൊ ഇവിടെ നമ്മൾ 10 ആണ് ഡിനോമിനേറ്റേഴ്സിൽ വരുമ്പോ അതിൽ നിന്ന് നമുക്ക് ഡെസിമലും ഫ്രാക്ഷൻ എഴുതാനായിരിക്കും എളുപ്പം. ഇപ്പൊ 4/10 ഇപ്പൊ നമുക്ക് പി ഓഫ് എ ഇവിടെ എന്താ? 4/10 എന്ന് കിട്ടിയില്ലേ? ഇതിന്റെ അകത്ത് എന്താ? ഒരു പോയിന്റ് ഇട്ടത് എന്താ? 10 വരുമ്പോ ഇവിടുന്ന് ഒരു പ്ലേസ് മാറ്റി പോയിന്റ് ഇട്ടാൽ മതി അല്ലെ? ഇവിടെ ഒറ്റ 0 അപ്പൊ ഒരു പ്ലേസ് മാറ്റി എന്ന് വെച്ചാൽ 4ന്റെ ഇപ്പുറത്ത് വരും അല്ലെ? അപ്പൊ 0.4 0.4. ഇനി പെർസെന്റേജ് വരുമ്പോ എന്തായിരിക്കും? 4/10 into 100 ചെയ്താൽ മതി അല്ലെ? 100 ചെയ്യുമ്പോ ഈ 0യും പോവും. ഇപ്പൊ എത്രയായി? 40 കിട്ടി. അപ്പൊ ഇതെന്താ? 40%. ഓക്കെ അല്ലേ? ഇത് 0.4% ഉണ്ട്. ഇപ്പം
ഇതെന്താണ് 40%. അപ്പൊ നമ്മൾ 3 ഫോമിലും എഴുതി. അപ്പൊ ഇത് ഞാൻ സ്റ്റാൻഡർഡൈസ് ചെയ്ത് ഫ്രാക്ഷൻ ഫോമിലാക്കി. ഒന്നില് 4/10 എന്നാവും. 4/10 ഫ്രാക്ഷൻ ഫോമിലാകുമ്പോൾ സിംപ്ലസ്റ്റ് വെയിലാക്കണം. ഇനി 4/10 ഞാൻ എന്താ ചെയ്ത് ഡെസിമൽ ഫോമിലാക്കി അല്ലെ. ഒരു ഇവിടെ അടിയിൽ എന്താണ് ഒറ്റ 0 ആണ്. അപ്പൊ ഞാൻ ഒറ്റ ഇത് മാറ്റി. പെർസെന്റേജ് ആക്കുമ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് into 100 ചെയ്താൽ പെർസെന്റേജ് കിട്ടുള്ളൂ. അപ്പൊ അതെന്ത് ചെയ്ത് into 100 ചെയ്ത്. അപ്പൊ എന്താണ് എനിക്ക് 40% കിട്ടി. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഇടാം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താ അതിന്റെ സെക്കൻഡ് പാർട്ട് തന്നെയാ അല്ലേ? ഓക്കെ. If one number from 1, 2, 3 to 100, നേരത്തെ 10 ആയിരുന്നു, അപ്പൊ 100 is chosen, what is the probability that it's a 2-digit number? അപ്പൊ 1 to 100 എടുക്കുമ്പോ അതിനകത്ത് ഞാനൊരു നമ്പറിനെ ചൂസ് ചെയ്യുമ്പോ അതിൻ്റെ അകത്ത് ഒരു 2-digit നമ്പർ ആകാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെയിം എന്താ സാമ്പിൾ സ്പേസിൽ എന്തോരം ഉണ്ടാവും? 1 to 100 തന്നിരിക്കണേ അല്ലേ? അപ്പം 1, 2, 3, 4 etc. up to 100. ഇനി ഇതിന്റെ അകത്ത് എന്താവും? n of s എത്രയോ? 100. ഇനി എന്ന് പറയുന്ന ഇവന്റിൽ എന്തോരം ഉണ്ടാവും? എന്തൊക്കെയായിരിക്കും എന്ന് പറയുന്ന ഇവന്റില്? 2-digit നമ്പേഴ്സ് അല്ലേ? 2-digit നമ്പർ ആകാനുള്ള സാധ്യത. ഇപ്പൊ 1ന്റെ 100ന്റെ ഇടയിൽ 2-digit നമ്പേഴ്സ് ഏതൊക്കെയാ? 10 തൊട്ട് 99 വരെ അല്ലെ? 10 to 99 വരെ എന്തായിരിക്കും? 2-digit നമ്പേഴ്സ്. 100 എന്താ 3-digit ആവും. 10 താഴെ എന്താ 1-digit നമ്പേഴ്സും അല്ലെ? അപ്പൊ ഈ ഫുൾ 100 എടുക്കുവാണെങ്കിൽ 9 നമ്പേഴ്സ് എന്തായാലും പോകും. 1-digit നമ്പേഴ്സ് ആണ് ഈ 9 നമ്പേഴ്സ് 1 to 9 വരെയുള്ള. 100ൽ നിന്ന് 9 പോയാൽ എത്രയാ? അപ്പൊ 1 to 9 വരെ എത്രത്തോളം ഉണ്ട്? 9 നമ്പേഴ്സ് ഉണ്ട്. ഇനി 100ന്റെ ഇടയില് നമ്മള് 100 എന്തായിരിക്കും? ഒരു 3-digit നമ്പേഴ്സാ അല്ലെ? 3-digit നമ്പർ എന്തോരം ഉണ്ട്? ഒരെണ്ണേ ഉള്ളൂ, ഒരു നമ്പർ. അപ്പൊ മൊത്തം എത്ര? 100ൽ നിന്ന് 10 നമ്പർ കളയണം നമ്മൾ അല്ലെ? 10 നമ്പേഴ്സ് കളയുമ്പം 100 മൈനസ് 10. അപ്പൊ അതിൻ്റെ അകത്ത് ഈ 10 എണ്ണത്തിൽ 9 എന്താണ്? 1-digit നമ്പേഴ്സും ഒരെണ്ണം എന്താണ്? 100 അല്ലെ? 100 എന്താണ്? 3-digit നമ്പർ. അപ്പൊ ആ മൊത്തം 10 നമ്പർ ഈ 100 വരെയുള്ള ഈ സാമ്പിൾ സ്പേസിൽ നിന്ന് കളയണം. അപ്പൊ കളയുമ്പോ ബാക്കി എത്ര എണ്ണം കിട്ടും? 90. അപ്പൊ ഈ 90 നമ്പേഴ്സും എത്രയാ? 2-digit നമ്പേഴ്സാ. 90 നമ്പേഴ്സും 2-digit നമ്പേഴ്സ്. ഇതെന്താ? 10, 11, 12 etc. up to 99. അപ്പം n of a എന്ന് പറയുന്നത് നമ്മളിവിടെ കണ്ടുപിടിച്ചു വെച്ചു 90. ഓക്കെ. ഓക്കെ. n of s 100, n of a 90. അപ്പൊ എന്താണ്? p of a. p of a എത്രയാ? p of a is equal to n of a by n of s. ഓക്കെ. n of a എത്ര? 90. n of s എത്ര? 100. ഈ 0 പോയി 9/10. ഇപ്പൊ ഫ്രാക്ഷൻ ഫോമിലായി. നമുക്കത് മാത്രം മതിയോ? അല്ല, നമുക്ക് ഇനി എന്താണ്? ഡെസിമൽ ഫോമും വേണം, പെർസെന്റേജ് ഫോമും വേണം. ഇപ്പൊ ഡെസിമൽ ഫോമിൽ എങ്ങനെ എഴുതാം? 9/10 എനിക്കിത് ഒരു പ്ലേസ് മാറ്റിയപ്പോ ഒരു 0 ആയി കിടക്കണം. അപ്പം ഒരു പ്ലേസ് മാറ്റിയപ്പോ 0.9. ഇനി ഫ്രാക്ഷൻ ഫോമിൽ എങ്ങനെ വരും? 9/10 into the fraction form. 9/10 into 100. ഈ 0യും പോയി 90%. 90% എന്താണ്? 2-digit നമ്പേഴ്സ് ആകാനുള്ള സാധ്യതയുണ്ട്. 3 ഫോമിലും കണ്ടു.
ഡൗട്ട്സ് ഇല്ലല്ലോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എവറി 3-digit number is written in a slip of paper and all the slips are put it in a box. If one slip is drawn, what is the probability that it's a palindrome? എന്താണ്? എവറി 3-digit number. അപ്പോൾ എല്ലാ 3-digit നമ്പേഴ്സും, നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സിലുള്ള എല്ലാ 3-digit നമ്പേഴ്സും എന്താണ്? ഒരു സ്ലിപ്പ് ഓഫ് പേപ്പറിലെല്ലാം ഇങ്ങനെ എഴുതിയിട്ട് അതെല്ലാം നമ്മളൊരു ബോക്സിലിട്ട് ഇങ്ങനെ ലോട്ട് എടുക്കാറില്ലേ, അതുപോലെ ആ ഒരു പീസ് ഓഫ് പേപ്പർ പോലെ അങ്ങനെ നമ്മൾ ഓരോ 3-digit നമ്പേഴ്സ് ഓരോ പേപ്പറിൽ എഴുതി എന്താണ് നമ്മളൊരു ബോക്സിലിട്ട്. ഇനി ഇഫ് വൺ സ്ലിപ്പ് ഇസ് ഡ്രോൺ, ഇനി ആ ബോക്സിന്റെ അകത്ത് ഞാൻ ഒരു സ്ലിപ്പ് എടുക്കുവാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ്സ് എ പാലൻഡ്രോം? അപ്പൊ ആ ഒരു സ്ലിപ്പ് എടുക്കുകയാണെങ്കിൽ അതൊരു പാലൻഡ്രോം ആകാനുള്ള പ്രോബബിലിറ്റി എന്താ? അപ്പൊ ഒരു ചോദ്യമുണ്ട്, ഈ പാലൻഡ്രോം എന്താ? പാലൻഡ്രോം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു വേർഡോ അല്ലെങ്കിൽ ഇപ്പൊ നമ്പേഴ്സോ, അപ്പം നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും വായിച്ചാൽ എന്താ? സെയിം ആയിരിക്കണം. അപ്പൊ നമ്മുടെ മലയാളം ഇംഗ്ലീഷിൽ എഴുതിക്കേ, മലയാളം അല്ലേ? ഇങ്ങോട്ട് വായിച്ചാലും എന്താ? മലയാളം. ഇവിടുന്ന് അങ്ങോട്ട് വായിച്ചാലും എന്താ? മലയാളം അല്ലേ? ഇതെന്താ? മലയാളം എന്ന് പറയുന്ന വേർഡ് ഒരു പാലിൻഡ്രോം ആണ്. ഇനി ഇപ്പം 121 നോക്കിക്കേ, 121 ഇവിടെ നിന്ന് ഇങ്ങോട്ട് വായിച്ചപ്പോഴും 121, ഇവിടെ നിന്ന് അങ്ങോട്ട് വായിച്ചപ്പോഴും 121. അപ്പം പാലൻഡ്രോം എന്താന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് 3-digit നമ്പേഴ്സ് അല്ലെ, അതിൻ്റെ ഇതാ പറയണം. അപ്പൊ എല്ലാ 3-digit നമ്പേഴ്സും ആണ് കൂടി എന്താ? ഒരു സാമ്പിൾ സ്പേസ് അല്ലെ? സാമ്പിൾ സ്പേസിലാണ്. അപ്പൊ സാമ്പിൾ സ്പേസിൽ എന്തൊക്കെ വരും? ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് എവിടെ നിന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്? 100 തൊട്ട് അല്ലെ? 100, 101, 102 അങ്ങനെ പോയി എന്താണ് 999 വരെ പോകും അല്ലെ? 1000 എത്തി അതെന്താവും? 4-digit നമ്പറാണ്. ഇനി നോക്കിക്കേ, ഇതിന് സാമ്പിൾ സ്പേസിൽ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കണം അല്ലെ? നമ്മുടെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? P of A is equal to N of A by N of S. അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് നോക്കുമ്പോൾ N of S കണ്ടുപിടിക്കാലോ, എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കണം. ഇത് ഇങ്ങനെ എണ്ണി പോകാൻ പാടാ അല്ലെ? അതിന് നമുക്ക് എങ്ങനെയാ? ഇപ്പൊ നമ്മൾ 1 തൊട്ട് 1000 വരെയുള്ള നമ്പേഴ്സ് എടുക്കുക. 1000 നമ്പേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. 1000 കൂട്ടണോ? അത് 4-digit നമ്പറാ, വേണ്ട. അപ്പൊ എന്താ? പിന്നെ 1000 കളഞ്ഞ പിന്നെ 999 നമ്പേഴ്സേ ഉള്ളൂ. ഈ 999 നമ്പേഴ്സിൽ 99 നമ്പേഴ്സ് എന്താ? 1 തൊട്ട് 99 വരെയുള്ള നമ്പേഴ്സ് എന്താണ്? 2-digit നമ്പേഴ്സ് അല്ലെ? അപ്പൊ 99 നമ്പേഴ്സും സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ എത്രയാ? ഇത് 0. അപ്പൊ 900 നമ്പേഴ്സ് എന്താണ്? 3-digit നമ്പേഴ്സ് ആണ്. അപ്പോ N of S എന്താണ്? N of S എന്ന് പറയുന്നത് 900 അല്ലെ? എല്ലാ 3-digit നമ്പേഴ്സ് എന്തോരമുണ്ട്? 900 ഉണ്ട്. ഇനി നമ്മുടെ ഇവന്റിൽ എന്തൊക്കെയാ വേണ്ടത്? പാലൻഡ്രോം ആയിട്ടുള്ളത് അല്ലെ? പാലൻഡ്രോം എന്ന് പറയുമ്പോൾ അവിടുന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും സെയിം ആയിരിക്കണം. അപ്പോ അത് എങ്ങനെയൊക്കെയാ? ഇപ്പോ 100 ഒരു പാലൻഡ്രോം ആണോ? അല്ല. 101 ഒരു പാലൻഡ്രോം ആണ്. അതെ, 101. ഇങ്ങോട്ട് നോക്കിയാലും 101, ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാലും 101. ഇനി 102 ആണോ? ഇല്ല. 103, 104, 105 അങ്ങോട്ട് പോകുമ്പോൾ അതൊന്നും പാലൻഡ്രോം അല്ല. ഇനി വരുന്നത് എവിടെയാ പാലൻഡ്രോം? 121 അല്ലേ? അല്ലെങ്കിൽ സോറി 121 അല്ല, 111 അല്ലേ? 111. കാരണം 101 കഴിഞ്ഞാൽ 110 വരെ എന്തായിരിക്കും? പാലൻഡ്രോംസ് അല്ല. നമ്പേഴ്സ് ഒക്കെ ഇവിടെ ചേഞ്ച് ചെയ്യണം. ഈ പാലൻഡ്രോമിൽ ശ്രദ്ധിക്കുക, ഈ 3-digit നമ്പേഴ്സിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഡിജിറ്റും വൺസ് ഡിജിറ്റും 100s ഡിജിറ്റും, ഇത് വൺസ് ഇത് 100sഉം സെയിം ആയിരിക്കണം. നടുക്കുള്ള നമ്പേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നാൽ മതി. പക്ഷെ എന്താണ്? വൺസിലെയും 100s പ്ലേസിലും കിടക്കുന്ന
ഡിജിറ്റ്സ് സെയിം ആയിരിക്കണം. അപ്പൊ എന്തേ നോക്കിയേ, ഈ 1 1 വെച്ച് ഞാൻ ഫിക്സ് ചെയ്യുക. ഇപ്പം നടുക്കുള്ള ഡിജിറ്റ്സിനെ ഞാനിപ്പോൾ ചേഞ്ച് ചെയ്തോണ്ടിരിക്കാം. ഇനി അടുത്ത് എന്ത് വരും? 1 2 1 1 3 1 1 4 1 അങ്ങനെ പോയി 1 9 1 വരെ വരും. ഇനി പിന്നെ ഇവിടെ ഞാൻ 0 കൊടുക്കുമ്പോൾ എന്താവും? നേരെ ഇതിൽ തന്നെ വരും അല്ലേ? ഇനി എന്തൊക്കെയുണ്ട്? ഇനി ഞാൻ 2നെ ഫിക്സ് ചെയ്ത് നടുക്ക് എന്തൊക്കെ വരും? 0 വരും. ഇനി 2 1 2 2 2 2 2 3 2 അങ്ങനെ പോകും. അപ്പൊ ഇതെന്തോരം ഉണ്ട്? 0 തൊട്ട് 9 വരെ ഉണ്ട് അല്ലെ? 1 2 3 4 5 തൊട്ട് പിന്നെ എത്ര എണ്ണം ഉണ്ടാവും? അവിടെ മൊത്തം 10 ഉണ്ടാവും. 1 തൊട്ട് 9 വരെ എന്തായാലും എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു 0യുടെ കണക്കും കൂടെ. അപ്പൊ എന്താ, മൊത്തം 10 എണ്ണം ഉണ്ട് ഈ ഒരു റോയില്. പിന്നെ 2 ഫിക്സ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ എന്താ 10 എണ്ണം ഉണ്ടാവും. അങ്ങനെ നമ്മള് എവിടം വരെ പോണം? 9 ഫിക്സ് ചെയ്യണ വരെ പോണം അല്ലെ? അപ്പൊ അത് എത്ര റോസ് വരും? 9 റോസ് വരും. 9 റോസ് വരുമ്പം ഓരോ റോയിലും 10 എണ്ണാകുമ്പോ എന്താ, 9 റോസും കൂടെ വരുമ്പോ 9 into 10 അല്ലേ? ഓരോ റോയിലും 10 എണ്ണം ഉണ്ട്. അപ്പൊ 9 into 10 വരുമ്പം മൊത്തം എത്ര എണ്ണ? 90 അല്ലേ? അപ്പൊ എ എന്ന് പറയുന്ന ഇവന്റിൽ എന്തൊക്കെയാ? 90 അല്ലേ വരും. ഈ 90 3 ഡിജിറ്റ് നമ്പേഴ്സും എന്താണ്? പാലൻഡ്രോംസാ അല്ലേ? ഇത് ഒന്നുകൂടി ഞാൻ പറയാം. എന്താണ്? ആദ്യം പാലൻഡ്രോം എന്താണ്? നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് സെയിം ആയിരിക്കണം. അപ്പൊ ഇവിടെ 0 ആദ്യം ഫിക്സ് ചെയ്യാൻ പറ്റില്ല, കാരണം 100 തൊട്ടാ നമ്മുടെ പാലൻഡ്രോംസ് നമുക്ക് ഈ പാലൻഡ്രോംസ് ആണോ എന്ന് നോക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം ക്വസ്റ്റ്യനിൽ അതാണ് പറഞ്ഞിരിക്കുന്നത് 3 ഡിജിറ്റ് നമ്പേഴ്സിന്റെ കേസ്. അപ്പൊ 100 തൊട്ട് തുടങ്ങും. അപ്പൊ ഞാൻ 1 ഇവിടെ ഫിക്സ് ചെയ്തു. അപ്പൊ പാലൻഡ്രോമിന്റെ കേസിൽ എന്താണ് ഞാൻ പറഞ്ഞു? 3 ഡിജിറ്റ് നമ്പേഴ്സ് ആയതുകൊണ്ട് നമുക്ക് 1s പ്ലേസും 100s പ്ലേസും സെയിം ആയിരിക്കും. എന്നാലേ നമുക്കത് പാലൻഡ്രോം ആയിട്ട് എടുക്കാൻ പറ്റൂ. അപ്പൊ നടുക്കുള്ള നമ്പേഴ്സ്, മിഡിൽ നമ്പേഴ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ എന്തായാലും 1 to 9 വരെ മിഡിൽ നമ്പേഴ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലെ? അങ്ങനെ ചെയ്യാം. അപ്പൊ 9 നമ്പേഴ്സ് എന്തായാലും അവിടെ ഉണ്ട്. പിന്നെന്താ, ഇവിടെ ഒരു 0 ഇടുക. അപ്പൊ ആ 9 എണ്ണം പ്ലസ് ഈ ഒരെണ്ണം കൂടെ ആകുമ്പോൾ 10 എണ്ണം. ഇതുപോലെ തന്നെ നമ്മൾ 2 ഫിക്സ് ചെയ്യും അല്ലെ? 3 4 5 6 7 8 9 വരെ അങ്ങനെ ഫിക്സ് ചെയ്യും. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ 4 ഡിജിറ്റിലേക്കൊക്കെ പോകും അല്ലെ? അപ്പൊ 9 വരെ ഫിക്സ് ചെയ്തിട്ട് നടുക്കുള്ള നമ്പേഴ്സ് അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. എന്നിട്ട് എന്താണ്, ഇവിടെ ഓരോന്നിലും 10 എണ്ണം വരുമ്പോ 10 into 9. അപ്പൊ 10 into 9 90. ആ 90 നമ്പേഴ്സ് എന്താണ്? പാലൻഡ്രോംസ്. എന്തിന്റെ ഇടയിലുള്ള? 100ന്റെ 1000ന്റെ ഇടയിലുള്ള അല്ലെ പാലൻഡ്രോംസ് അല്ലെ? അപ്പൊ അതിനകത്ത് എന്തോരം ഉണ്ട്? 90. അപ്പൊ n of a എന്ത് വരും? n of a 90 വരും. ഇതിവിടെ 3 വന്ന് ഇവിടെ 901 അല്ലേ? 901 സോറി 901 അല്ലല്ലോ, 909 901 സോറി 919 929 എക്സെട്രാ 999 അല്ലേ? തീർന്നില്ലേ? 999 കൊണ്ട് തീരും. അപ്പൊ n of a is equal to 10 into 9 is equal to 90 അല്ലെ? 10 എന്താണ്? ഓരോ റോയിലും എനിക്ക് 10 എണ്ണം ഉണ്ട് അല്ലെ? 1 2 3 4 5 6 അതങ്ങനെ 10 എണ്ണം ഉണ്ട് വരും. ഇനി അത് എത്ര റോ ഉണ്ട്? 1 2 3 4 5 6 അങ്ങനെ 9 എണ്ണം ഉണ്ട്. 9 വരെ ഉണ്ട്. അപ്പൊ 9 10 into 9 90. അപ്പൊ നമുക്ക് n of aയും കിട്ടി, n of sഉം കിട്ടി അല്ലെ? ഞാനിപ്പോ ഒന്നുകൂടി എഴുതാം. n of a എന്ന് പറയുന്നത് 90 എന്നും കിട്ടി, n of s എന്ന് പറയുന്നത് 900 എന്ന് കിട്ടി അല്ലെ? 900 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട് നമ്മുടെ അല്ലെ? ഒന്നിനും 1000ത്തിനും ഇടയ്ക്ക് എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്? 900 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്താണ് പ്രോബബിലിറ്റി? P of A is equal to N of A by N of S equal to N of A എന്താ? 90 by N of S 900.
ഈ സീറോയും പോയി. അത് കഴിഞ്ഞപ്പോ എന്താ 9/90. ഇത് ഇനിയും സിംപ്ലിഫൈ ചെയ്യാലോ. 1 9s are 9. ഇവിടെയും 1 9s are 9. ഈ 0 ഇടുക. അപ്പൊ എന്താണ് 10 അല്ലേ? അപ്പൊ 1/10. അപ്പൊ ഫ്രാക്ഷൻ ഫോമിൽ കിട്ടി. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫ്രാക്ഷനിൽ മാത്രമാണോ? അല്ല, ഡെസിമലിലും പെർസെന്റേജിലും എഴുതി കാണിക്കണം അല്ലേ? അപ്പൊ ഇതെങ്ങനെ വരും? 1/10 എന്ന് പറഞ്ഞാൽ ഡെസിമൽ എന്ത് വരും? ഡെസിമൽ ഫോമില് ഒരു പ്ലേസ് മാത്രം മാറ്റിയാൽ മതി അല്ലേ? ഇവിടെ 10 ആണ് ഡിനോമിനേറ്ററിൽ വന്നിരിക്കും. അപ്പൊ 0 എത്ര സീറോസ് ഉണ്ടോ അത്രയും മാറ്റി എഴുതിയാൽ മതി അല്ലേ? അപ്പൊ 0.1. പിന്നെന്താ ഡെസിമലും എഴുതി നമ്മൾ. ഇനി പെർസെന്റേജ് ഫോമില് അതിന് ഞാൻ എന്ത് ചെയ്താൽ മതി? 1/10 into 100 എത്രയാ? ഈ 0യും പോകുമ്പോ 10%. അപ്പൊ 10% എന്താണ്? പാലൻഡ്രോംസ്. 10% ഒരു പാലൻഡ്രോം കിട്ടാനുള്ള സാധ്യത. നമ്മൾ ആ ബോക്സിൽ നിന്ന് ഞാൻ എന്താണ് കൈയിട്ട് എടുക്കുമ്പോ എല്ലാ 3 ഡിജിറ്റ് നമ്പേഴ്സും എന്നാൽ ആ ബോക്സിലുണ്ട് അല്ലെ? ഓരോ പീസ് ഓഫ് പേപ്പറിൽ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ കൈയിട്ട് എടുക്കുമ്പോ എന്താണ് എനിക്ക് ഒരു പാലൻഡ്രോം കിട്ടാനുള്ള സാധ്യത എന്തോരുണ്ട്? വെറും 10% ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A person is asked to say a 3-digit number. What is the probability that all 3 digits of this number are the same? അപ്പൊ നമ്മൾ ഒരാളോട് ചോദിച്ചു, ഇപ്പൊ നിങ്ങളാണെങ്കിൽ ഒരാളോട് ചോദിച്ചു ഒരു 3-digit നമ്പർ പറയാൻ വേണ്ടി. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളോട് ചോദിക്കുക ഒരു 3-digit നമ്പർ പറയാം. അപ്പൊ ചോദ്യം പിന്നെന്താണ്? What is the probability that all 3 digits of this number are the same? അപ്പോ ഞാൻ ഇപ്പൊ നിങ്ങളോട് ചോദിച്ചു. അപ്പൊ നിങ്ങള് എന്താണ് ഒരു നമ്പർ പറയുമ്പോ ആ പറയുന്ന നമ്പറിലെ എല്ലാ ഡിജിറ്റ്സും സെയിം ആകാനുള്ള പ്രോബബിലിറ്റി എന്താ അല്ലെ? എന്ന് വെച്ചാൽ എന്താ എല്ലാ ഡിജിറ്റ്സും സെയിം ആവാം? 1 1 1 അല്ലെ? ഇതിപ്പോ എല്ലാ ഡിജിറ്റ്സും സെയിം അല്ലേ? ഇപ്പൊ ഒരു 3-digit നമ്പർ ചോദിക്കുക. അപ്പൊ 2 2 2 3 3 3 അല്ലെ? അങ്ങനെ പോയി 9 9 9 വരെ. പിന്നെ പറ്റുമോ? ഇല്ല. പിന്നെ അത് 4 ഡിജിറ്റ്സിലേക്ക് പോകും. അപ്പൊ ഇതിന്റെ പ്രോബബിലിറ്റി എന്താന്ന് വെച്ചിരിക്കണം. അപ്പൊ ഞാൻ എന്താണ് ഒരു 3-digit നമ്പറെ ചോദിക്കുന്നത് അല്ലെ? അപ്പൊ ആ 3-digit നമ്പേഴ്സ് എന്താ? ഏത് വേണേലും ഏത് 3-digit നമ്പേഴ്സും വരാം. അപ്പൊ അതൊക്കെ നമ്മൾ എല്ലാ പോസിബിൾ ഔട്ട്കംസും എന്താണ് സാമ്പിൾ സ്പേസിൽ എഴുതാം. അപ്പൊ സാമ്പിൾ സ്പേസിൽ എന്തൊക്കെ വരും? സാമ്പിൾ സ്പേസിൽ 100 വരാം, 101 102 എക്സെട്ര അപ് ടു 999 വരെ വരും അല്ലെ? ഇത് തന്നെ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിലും സാമ്പിൾ സ്പേസിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് എത്ര എണ്ണം ഉണ്ടെന്നാ പറഞ്ഞത്? 909 അല്ലെ? 900 3-digit നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ n of s എത്രയാണ്? 900. ഞാൻ ഒന്നുകൂടി പറയും 900 എങ്ങനെയാന്ന്. ഇപ്പം 1 തൊട്ട് 1000 വരെയുള്ള നമ്പേഴ്സ് എടുത്താ 1000 ഒരു 3-digit നമ്പർ ആണോ? അല്ല. ഇപ്പൊ ഒരെണ്ണം കളയാം. അപ്പൊ പിന്നെ എത്ര എണ്ണം ഉള്ളൂ? 999 അല്ലെ? ഇനി ഇതിന്റെ ഈ 999 എന്താണ്? 99 നമ്പേഴ്സും 99 നമ്പേഴ്സും എന്താണ്? 2-digit നമ്പേഴ്സാ അല്ലെ? 1 തൊട്ട് 99 വരെ 2-digit നമ്പേഴ്സ്. അപ്പൊ ആ 99 നമ്പേഴ്സും മൈനസ് ചെയ്യുക. പിന്നെ ബാലൻസ് എത്രയാ? 900. അപ്പൊ ഈ 900 നമ്പേഴ്സേ ഉള്ളൂ എന്ത് നമുക്ക് 3 digits ആയിട്ടുള്ളൂ. അപ്പൊ n of s എന്ത് വരും? 900. ഇനി എയിൽ എന്തൊക്കെ വരും? 1 1 1 അല്ലെ? നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കണം വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ദാറ്റ് all 3 digits are same. അപ്പൊ ഡിജിറ്റ്സ് സെയിം ആയിട്ടുള്ള എല്ലാം എഴുതുക. 1 1 1 2 2 2 3 3 333 പിന്നെന്തൊക്കെയാ? 444 555 666 777 888 999 അല്ലെ? അപ്പൊ ഇത്രയും നമ്പേഴ്സ് ആണ് അല്ലെ? 3-digit നമ്പേഴ്സിൽ ഇത്രയും നമ്പേഴ്സ് ആയിരിക്കും എല്ലാ ഡിജിറ്റ്സും സെയിം ആയിട്ട് വരിക. അപ്പൊ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 9 അല്ലെ? അപ്പൊ n of a എത്ര എണ്ണം ഉണ്ട്? 9. ഇനി n of s കിട്ടി, n of a കിട്ടി. ഇനി പ്രോബബിലിറ്റി കണ്ടുപിടിക്കാമല്ലോ.
എന്താ P of A is equal to N of A by N of S. എത്ര? N of A 9. N of S എന്താ? N of S എത്ര? 900 അല്ലെ? N of S 900. അപ്പൊ 9 by 900 നോക്കിക്കേ, 9 തന്നെ ഇത് ക്യാൻസൽ ആവില്ലേ? നമുക്ക് 1 9s are 9, ഇത് 100 വരും. 1 9s are 9, 0 0. ഇത് എത്ര? 1 by 100. ഇത് ഞാൻ ഡെസിമലും പെർസെന്റേജിലും എഴുതണോ? ക്വസ്റ്റ്യനിൽ എന്തായാലും തന്നിട്ടില്ല. നമുക്കപ്പോ അത് ഡെസിമലിലോ പെർസെന്റേജിലോ എഴുതണം എന്ന് നിർബന്ധമില്ല. എഴുതണമെങ്കിൽ എഴുതാം, ഒരു തെറ്റുമില്ല. ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് ആൻസർ ചെയ്യണം. ഇപ്പൊ 1/100 കൊണ്ട് നിർത്തണമെങ്കിൽ നിർത്താം. ഇനിയിപ്പോ ചോദിച്ചിട്ടുണ്ട്, ഇപ്പൊ ഡെസിമലും പെർസെന്റേജിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് കൺവേർട്ട് ചെയ്ത് എഴുതാം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ്സിൽ ഇടുക. ഇനി അതിന്റെ അടുത്ത സബ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത സബ് ക്വസ്റ്റ്യൻ എന്താ? അപ്പൊ നമ്മള് സെയിം സിറ്റുവേഷൻ തന്നെയാ. അപ്പൊ ഒരാളോട് എന്താ, നമ്മളൊരു 3 ഡിജിറ്റ് നമ്പർ പറയാൻ പറഞ്ഞു. അതിനകത്ത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ഡിജിറ്റ് ഇൻ വൺസ് പ്ലേസ് ഓഫ് ദിസ് നമ്പർ ഇസ് 0 അല്ലേ? അപ്പൊ ഞാൻ ഒരാളോട് ചോദിച്ചു ഒരു 3 ഡിജിറ്റ് നമ്പർ പറയാം. അപ്പൊ അയാള് പറയുന്ന നമ്പറിൽ വൺസ് പ്ലേസിൽ കിടക്കുന്ന ഡിജിറ്റ് 0 ആവാനുള്ള സാധ്യത അല്ലെങ്കിൽ പ്രോബബിലിറ്റി എന്താണെന്ന്. നമ്മളിപ്പോ 3 ഡിജിറ്റ് നമ്പേഴ്സിൽ ഏതൊക്കെയാ 0 വെച്ച് എൻഡ് ചെയ്യുന്നത്? 100 അല്ലെ? 100 തൊട്ടാണ് 3 ഡിജിറ്റ് നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ 100 എന്താ നമ്മുടെ ഒരു എക്സാമ്പിളാ. 0 വെച്ച് എൻഡ് ചെയ്യണം. എന്താ അത് കഴിഞ്ഞാൽ പിന്നെ 101 വരുമോ? ഇല്ല, കാരണം 0 വെച്ചല്ല. 0 അല്ല വൺസ് പ്ലേസിൽ കിടക്കുന്ന. ഇനി 101, 103, 104, 105, 106 അതെല്ലാം കഴിഞ്ഞ് 110, 110 എത്തുമ്പോഴാണ് നമുക്ക് പിന്നെ 0 വരുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ 120, 130 ഇതിന്റെ ഇടയിലൊന്നും 0 എൻഡിങ്ങിൽ വരത്തില്ല, വൺസ് പ്ലേസിൽ വരത്തില്ല. അപ്പം എക്സെട്ര 14 ഫുൾ എഴുതി കാണിച്ചു തരാം. 140, 150, 160, 170, 180, 190 അത് കഴിഞ്ഞാൽ പിന്നെ എന്താ 200 അല്ലെ? 200 ഇപ്പൊ 2 വെച്ച് സ്റ്റാർട്ടിങ് എന്ത് ഇവിടെ എഴുതുക? 200, 210, 220, 230 കണ്ട ഈ ഒരു പാറ്റേൺ തന്നെ. എന്താണ് 1ന്റെ അവിടുന്ന് ഞാൻ 2 ആക്കിയെന്നേ ഉള്ളൂ അല്ലെ? ഇങ്ങനെ പോയി ഇവിടെ 290 ആവും. ഇതുപോലെ തന്നെ 3യുടെ ഫിക്സ് ചെയ്യുന്നു, 4ന്റെ ഫിക്സ് ചെയ്യുന്നു, 5, 6 അല്ലെ? 7 ഇങ്ങനെ 800 തൊട്ട് പിന്നെ 900 തൊട്ട് ഇവിടം വരെ എന്താകും? 990 ഇവിടം തൊട്ട് നിൽക്കും. പിന്നെ വന്നെ എന്താ 990 കഴിഞ്ഞാൽ പിന്നെ 1000 എന്താണ്? ഒരു 4 ഡിജിറ്റ് നമ്പർ. ഇനി നോക്കിക്കേ, ഇതില് ഫസ്റ്റ് റോ എന്ന് നോക്കിക്കേ. 1 2 3 4 5 6 7 8 9 10 അല്ലെ? ഫസ്റ്റ് റോയില് 10 ഉണ്ട്. ഇതുപോലെ എത്ര റോസ് ഉണ്ട്? ഇവിടെയും 10 ഉണ്ട്, ഇവിടെയും 10 ഉണ്ട്, ഇങ്ങനെ 10 പോകും. അങ്ങനെ എത്ര 10 ഉണ്ട്? 9 അല്ലെ? 1 തൊട്ട് 9 വരെ പോയിരിക്കണം അല്ലെ? 100 തൊട്ട് 900 വരെ. അപ്പം 9 ഉണ്ട്. അപ്പൊ 10 into 9 ചെയ്താൽ മതി അല്ലെ? ഒന്നല്ലെങ്കിൽ 10 10 plus 10 plus 10 plus 10 plus അങ്ങനെ ആഡ് ചെയ്യുക, സമയം ഇതാവും. അപ്പൊ അതിന് ഭേദം നമുക്ക് എന്ത് ചെയ്താൽ മതി? 10 into 9 ചെയ്യുക. അപ്പം n of a എന്ന് പറയുമ്പം 10 into 9 is equal to 90. n of s എത്രയാണ്? നമ്മളൊരു 3 ഡിജിറ്റ് നമ്പറാ പറയാൻ പറഞ്ഞേ അല്ലേ?
എൻ ഓഫ് എസ് നമുക്കറിയാം എത്രയാ 900 തന്നെ അല്ലെ, എല്ലാ 3 ഡിജിറ്റ് നമ്പേഴ്സും അല്ലെ, എല്ലാ 3 ഡിജിറ്റ് നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ട് 900. നമുക്കറിയാലോ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാലോ, പി ഓഫ് എ ഇസ് ഈക്വൽ ടു എൻ ഓഫ് എ ബൈ എൻ ഓഫ് എസ് ഈക്വൽ ടു എൻ ഓഫ് എ 90 ബൈ എൻ ഓഫ് എസ് 900. സിംപ്ലിഫൈ ചെയ്യാലോ, ഈ സീറോയും പോയി, അപ്പൊ പിന്നെ എത്രയുണ്ട് 9 by 90. 1 9s are 9, 10 9s are 90. അപ്പൊ എന്താണ് 1 by 10. സിമ്പിൾ. അപ്പൊ എത്രയാ നമ്മുടെ പ്രോബബിലിറ്റി? ഇപ്പൊ ഒരു 3 ഡിജിറ്റ് നമ്പർ പറയാൻ പറഞ്ഞു, അതില് എന്താണ് 1 ഡിജിറ്റ് 0 ആവാനുള്ള സാധ്യത എന്തോരുണ്ട് 1 by 10. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ്സിൽ ഇടുക. A person is asked to say a 3-digit number. അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. എന്തായിരുന്നു അതിന്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഇനി ചെയ്യാൻ പോണ. What is the probability that this number is a multiple of 3? അപ്പൊ ബാക്കി രണ്ടെണ്ണം നമ്മളിപ്പോ ചെയ്തു കഴിഞ്ഞു. ഇതാ ചോദിക്കുന്നത്, ഇത് എന്തായിരുന്നു? What is the probability that this number is a multiple of 3? അപ്പൊ നമ്മൾ ഈ 3-digit നമ്പർ ചോദിക്കുമ്പോ എന്താണ് ആ നമ്പർ, എന്താണ് ആ 3-digit നമ്പർ 3ന്റെ മൾട്ടിപ്പിൾ ആവാനുള്ള സാധ്യത. 3ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ? ഇപ്പൊ 100 തൊട്ട് തുടങ്ങും. 100 ഒരു മൾട്ടിപ്പിൾ ആണോ 3യുടെ? അല്ല. കാരണം എന്താ? അപ്പൊ 3യുടെ ഡിവിസിബിലിറ്റി റൂൾ ചെക്ക് ചെയ്യാം. 3യുടെ ഡിവിസിബിലിറ്റി റൂൾ എന്താ? എല്ലാ ഡിജിറ്റ്സിന്റെ സം എടുക്കും. ഇപ്പൊ 100ൽ എല്ലാ ഡിജിറ്റ്സും, അപ്പൊ എന്താ 1ഉം 0യും 0യും ആണ് നമ്മുടെ ഡിജിറ്റ്സ്. അപ്പൊ 1 + 0 + 0 അല്ലെ? അതെത്രയാ 1. 1 3ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. ഇപ്പം 1 തൊട്ട് 10 വരെ നോക്കുക. അപ്പൊ എന്താണ്? ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ 3 ഡിജിറ്റ് നമ്പർ മൾട്ടിപ്പിൾ ആവില്ല. ഇനി 101, 1 + 0 + 1 അപ്പൊ എത്രയാ 2. 2 ഒരു 3ന്റെ മൾട്ടിപ്പിൾ ആണ്? അല്ല. 1 തൊട്ട് 10 വരെ നോക്കിക്കേ. 1 × 1 3s are 3, 3 2s are 6, 3 3s are 9, അങ്ങനെ 10 3s are 30 വരെ എന്താണ് 2 വരത്തില്ല. ഇനി 102. 1 + 0 + 2 എത്രയാ? 1 + 0 + 2 3 അല്ലേ? അപ്പൊ 3 എന്താ 3ന്റെ മൾട്ടിപ്പിൾ തന്നെയാ അല്ലെ? അപ്പൊ ഇത് വരും 102 തൊട്ടാണ് നമ്മുടെ അപ്പൊ സ്റ്റാർട്ടിങ്. ഇനി നമുക്ക് ബാക്കി കണ്ടുപിടിക്കാം അല്ലെ? എങ്ങനെയാ? 102 പിന്നെ ഒരു 3 നമ്പേഴ്സ് കഴിഞ്ഞാൽ അടുത്ത 3ന്റെ മൾട്ടിപ്പിൾ വരും. 102 കഴിഞ്ഞാൽ പിന്നെ 103, 104, 105, 105. നോക്കിക്കേ 105 ഉണ്ടത് 1 + 0 + 5 എത്രയാ 6. 3 2s are 6. അപ്പൊ എന്താണ് 3ന്റെ മൾട്ടിപ്പിൾ 105 അല്ലെ? അപ്പൊ 105 പിന്നെ 3 എണ്ണം കഴിഞ്ഞ് 105 കഴിഞ്ഞ എത്ര? 106, 107, 108. ഇതെന്താണ്? ഇതൊരു സീക്വൻസ് പോലെ അങ്ങ് പോവാ അല്ലെ? അരിത്മെറ്റിക് സീക്വൻസ്. കോമൺ ഡിഫറൻസ് എന്ത് വരും? 3 വരും. അപ്പൊ നമുക്കിവിടെ എന്താ വേറൊരു ചാപ്റ്ററിന്റെ ആപ്ലിക്കേഷനും കൂടെ വന്ന് അല്ലെ? അരിത്മെറ്റിക് സീക്വൻസിന്റെ ആപ്ലിക്കേഷൻ കൂടി വന്നു. നോക്കിക്കേ, നമ്മൾ പറഞ്ഞു 102 തൊട്ട് സ്റ്റാർട്ടിങ്, 105, 108. ഇനി എന്താ 3 എണ്ണം കഴിഞ്ഞാ 109, 110, 111. ഇങ്ങനെ പോയി 999 വരുമോ? 999 അവിടെയല്ലേ 3 ഡിജിറ്റ് നമ്പറിന്റെ അവസാനിക്കുന്ന. അപ്പൊ ഇത് നോക്കിക്കേ, 9 + 9 + 9, 9 + 9 18, 18 + 9 27. 27 3ന്റെ മൾട്ടിപ്പിൾ അല്ലേ? എന്താണ്? 9 3s are 27 ആ. അപ്പൊ എന്താ? ഓട്ടോമാറ്റിക്കലി 999 എന്താവും? 3ന്റെ മൾട്ടിപ്പിൾ ആവും. അപ്പൊ ഈ 999 വരെ വരും. ഇവിടെ എന്താ? ഇതൊരു സീക്വൻസ് പോലെ പോകുന്ന ഒരു സീക്വൻസ്. കോമൺ ഡിഫറൻസ് എന്താണ്? സാമ്പിൾ സ്പേസിൽ ഇതൊക്കെ വരും അല്ലെ? സാമ്പിൾ സ്പേസിലല്ലല്ലോ, നമ്മുടെ എയില്. സാമ്പിൾ സ്പേസിൽ എല്ലാ 3 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എത്ര എണ്ണം ഉണ്ടായിരുന്നു? നമ്മൾ പറഞ്ഞായിരുന്നു എത്ര? 900 അല്ലെ? ഇത് നമ്മുടെ എ.
നമ്മുടെ A. നോക്കിക്കേ, ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ രണ്ട് നമ്പേഴ്സ് അടുത്തടുത്തുള്ള രണ്ട് നമ്പേഴ്സ് എടുത്ത ഡിഫറൻസ് എന്തായിരിക്കും? 3 ആയിരിക്കും. അപ്പൊ ഞാൻ D3 എന്ന് കൊടുത്തു. A എന്ത് കൊടുക്കണം? A എന്ന് പറഞ്ഞ ഫസ്റ്റ് ടേം. A എന്ന് പറഞ്ഞ ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേം എന്താ? 102. ഇനി നമുക്കിതിൻ്റെ അകത്ത് എത്ര ടേംസ് ഉണ്ടെന്ന് അറിയില്ല. പക്ഷെ ലാസ്റ്റ് ടേമിന് ഞാൻ n എന്ന് കൊടുക്കുക. n. ആ n കിട്ടിയാൽ നമുക്ക് എത്ര ടേംസ് ഉണ്ടെന്ന് പറയാൻ പറ്റും. ഇത്രാമത്തെ ആണ് ഈ 999 അല്ലെ? അത് എന്താണ്? n എന്ന് കൊടുക്കുമ്പോ an എന്ന് കൊടുക്കുക. ഇതെന്താ? ഇതാണ് an. an is equal to 999. ഇത് ഫസ്റ്റ് ടേം, ഇത് ലാസ്റ്റ് ടേം an. ഇനി നമുക്ക് അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫോർമുല എടുക്കാം. അപ്പം ഒരു ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരുന്നു? an is equal to a plus n minus 1 into d. പിന്നത്തെ എന്തൊക്കെ നമ്മുടെ കയ്യിലുണ്ട്? an ഉണ്ട്, a ഉണ്ട്, d ഉണ്ട്. n മാത്രമില്ല. എത്ര ടേംസ് ഉണ്ടെന്ന് അറിയില്ല അല്ലെ? അതാണ് ശരിക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. an എത്രയാ? 999 equal to a എത്രയാ? 102 plus n minus 1. n minus 1 അറിയോ? n അറിയോ? ഇല്ല. അപ്പൊ നമുക്കത് ആ ബ്രാക്കറ്റ് തുറക്കാനും പറ്റില്ല. ഇനി d എത്ര? 3. സോൾവ് ചെയ്യാലോ. ഈ 102 ഇല്ലേ, ഇവിടെ 102 ഞാൻ ഈ സൈഡിലോട്ട് കൊണ്ടുവരിക. 999 ഇവിടെ പോസിറ്റീവ് അല്ലേ, ഇങ്ങോട്ട് വന്നപ്പോ ഇത് മൈനസ് ആയി. അവിടെ അഡീഷൻ ആയിരുന്നു, ഇങ്ങോട്ട് വന്നപ്പോ ഇത് സബ്ട്രാക്ട് ആയി. ഈക്വൽ ടു, ഇനി ഞാൻ ഈ ബ്രാക്കറ്റ് തുറക്കുക. n into 3 എന്താണ്? 3n മൈനസ് 3 into 1 3. ആദ്യം n into 3 ചെയ്തു, അത് കഴിഞ്ഞ് മൈനസ് എഴുതി, അത് കഴിഞ്ഞ് 1 into 3 ചെയ്തു. ഇനി 999 മൈനസ് 102 എത്രയായിരിക്കും? 9 നിന്ന് 2 പോയാ 7. 9 ഇവിടെ എന്താണ്? 897 is equal to 3n minus 3. നോക്കിക്കേ, ഈ 3 ഇവിടെ മൈനസ് 3 ആ. മൈനസ് 3 ഇങ്ങോട്ട് വരുമ്പോ പ്ലസ് 3 ആവും. 897 plus 3 is equal to 3n. 897 നിന്ന് 3 കൂട്ടിയ 900 അല്ലേ? 900 is equal to 3n. ഇനി ഓട്ടോമാറ്റിക്കലി n എന്താവും? ഈ 3 ഇങ്ങോട്ട് വരണം. 3 ഇങ്ങോട്ട് വരുമ്പോൾ 900/3 ആവും. ഈക്വൽ ടു 100 അല്ല, 100 ആണോ? 100 അല്ല. ഇതെന്താണ്? ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡിവൈഡ് ചെയ്ത് നോക്കാം. 1 3 is 3. 1 3 അല്ലല്ലോ, 3 3s are 9. അതിൽ പോവും അല്ലേ? 3 3s are 9. 0 ഇവിടെയും 0 വന്ന് ഇവിടെയും 0. അങ്ങനെ ഇതാണ് നോർമൽ ഡിവിഷൻ. ഇത്രയും ചെയ്ത് നോക്കണോ? അതിനേക്കാൾ സിമ്പിൾ വേ നമുക്കറിയാം അല്ലേ? എത്രയാ? 1 3 is 3 അല്ലേ? 1 3 is 3. 3 3s are 9. ഇവിടെ ബാക്കി എന്താ? zeros. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 300. എത്ര ടേംസ് ഉണ്ട്? 300 ടേംസ്. 300 ടേംസ് എന്താണ്? എല്ലാം 3ന്റെ മൾട്ടിപ്പിളാ. അപ്പൊ 300 ടേംസ്. ഇപ്പൊ എല്ലാ 3 ഡിജിറ്റ് നമ്പേഴ്സ് എടുത്താ ആ 3 ഡിജിറ്റ് നമ്പേഴ്സിൽ 300 ടേംസ് എന്തായിരിക്കും? 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പൊ നമുക്ക് സാമ്പിൾ സ്പേസിൽ എത്ര ഉണ്ടെന്ന് അറിയാം അല്ലെ? n of s എത്രയാ? നമ്മൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 900
n of a ഇപ്പൊ നമുക്ക് കിട്ടി അല്ലേ 300. നമുക്ക് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാമല്ലോ. പ്രോബബിലിറ്റി എന്തിനാ കണ്ടുപിടിക്കുന്നത്? നമ്മളൊരു നമ്പർ ചോദിക്കുകയാണ്, ആ നമ്പർ ഒരു 3 ഡിജിറ്റ് നമ്പർ ചോദിക്കുക, ആ 3 ഡിജിറ്റ് നമ്പർ എന്താണ് 3ന്റെ മൾട്ടിപ്പിൾ ആവാനുള്ള സാധ്യത. അപ്പം n of a 300 ആണ്. ഈ 300 ഡിജിറ്റ്സ് നമ്മുടെ ഫേവറബിൾ ഔട്ട്കംസ് ആണ് അല്ലെ. 300/900. ഈ സീറോയും പോയി. പിന്നെ എത്രയാ 3/9. ഇതൊന്നുകൂടി കട്ട് ചെയ്യാം. 1 3 is 3, 3 3s are 9. 1/3. ഇതൊന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്തൊക്കെ എഴുതാം. ഇപ്പൊ 3/9 ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. ഇപ്പൊ 0 ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. ഇവിടെ 30 വരും. അപ്പൊ എത്രയാ 9 3s are 27. ബാലൻസ് 3. ഇങ്ങനെ 0.3 എന്നൊക്കെ എഴുതാം. ഇപ്പൊ ഡെസിമൽ ഫോമിലും എഴുതി നമ്മൾ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ഇടാം. A person is asked to say a 2-digit number. What is the probability that it's a perfect square? നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. A person is asked to say 2-digit number. നേരത്തെ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു 3-digit number അല്ലേ. നേരത്തെ ആള് ചോദിക്കുന്നത് എന്താണ്, ആളോട് ചോദിക്കുന്നത് 3-digit number. ഇവിടെ എന്താണ് ഞാൻ ചെയ്യുന്നത്, ഇവിടെ എന്താണ് ആള് ചോദിക്കുന്നത് 2-digit number അല്ലേ. അപ്പൊ എത്ര 2-digit number? 1 to 100 നോക്കുവാണെങ്കിൽ 1 to 100 നോക്കുവാണെങ്കിൽ ഇതിൽ എത്ര നമ്പേഴ്സ് ആയിരിക്കും 2-digit numbers? ഇതിൽ 100ൽ 100 വരത്തില്ല. അപ്പൊ 99 നമ്പേഴ്സേ ഉള്ളൂ. ഈ 99 നമ്പേഴ്സിൽ എത്രയാ 9 നമ്പേഴ്സ് 1 to 9 വരെ എന്താ 1 digits ആ. അപ്പൊ എത്രയാ ബാക്കി 90 ഉള്ളൂ. അപ്പം സാമ്പിൾ സ്പേസ് എത്ര എണ്ണം ഉണ്ട് 90 അല്ലെ. എല്ലാ 2-digit നമ്പേഴ്സും എഴുതണം. സാമ്പിൾ സ്പേസില് 10 11 12 എക്സെട്ര അപ് ടു 99 വരെ. n of s എത്രയാ 90 അല്ലെ. 100 1 തൊട്ട് 100 എടുക്കുമ്പോ 100 കഴിഞ്ഞ് 1 to 9 ഉള്ള നമ്പേഴ്സ്. അപ്പൊ ബാക്കി 90. ഇനി what is the probability that it's a perfect square? Perfect square എന്താ? നമ്മുടെ 1 square is equal to 1 ഒരു perfect square ആ. 2 square is equal to 4 ഒരു perfect square. 3 square is equal to 9 ഒരു perfect square. 4 square is equal to 16. അങ്ങനെ 10 square 100 വരും. അപ്പൊ എന്താണ് 10 വേണ്ട. ഇനി 9 square എടുത്താലോ 9 square 9 9s are 81. 10 സ്ക്വയറിലേക്ക് പോകണ്ട. അപ്പൊ എന്താവും 3-digit നമ്പർ ആവും 81. അപ്പൊ 1 4 9 16 അങ്ങനെ 25 36 ഇതൊക്കെ എന്താണ് പിന്നെ ഇവിടെ വരെ 81. ഇതൊക്കെയാണ് പെർഫെക്റ്റ് സ്ക്വയർസ്. ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് വെച്ചിരിക്കണം. അപ്പൊ 1 തൊട്ട് 9 വരെ അല്ലെ എടുക്കാം. 1 square 2 square 3 square 4 square. അപ്പൊ എന്താണ് 9 പെർഫെക്റ്റ് സ്ക്വയർസ് ഉണ്ട് അല്ലെ. അപ്പം 9 പെർഫെക്റ്റ് സ്ക്വയർസ്. അപ്പൊ n of a എന്ത് വരും 9 അല്ലെ. അപ്പൊ നമ്മുടെ എയിൽ എന്തൊക്കെയാണ് വരുന്നത്? നമ്മുടെ ഫേവറബിൾ ഔട്ട്കംസ് ഏതൊക്കെയാ 1 4 2 2s are 4 3 3s are 9 4 4s are 16 5 5s are 25 6 6 are 36 7 7s are 49 8 8s are 64 9 9s are 81. 10 10s are വരുമോ 10 10s are 100 3-digit നമ്പർ ആവും. ഇത് എത്ര ഉണ്ട് 1 2 3 4 5 6 7 8 9 കണ്ടാ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 9. അപ്പൊ n of a എന്തായി 9. അപ്പൊ n of s ഉണ്ട് n of a ഉണ്ട്. ഇപ്പൊ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാലോ. p of a is equal to n of a by n of s. എത്രയാ n of a 9 by n of s 90. ഇതെന്തായിരിക്കും 1 9s are 9 10 9s are 90. അപ്പൊ 1/10 കിട്ടിയില്ലേ? എളുപ്പമല്ലേ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ?
പെട്ടെന്ന് തീർന്നു. എല്ലാത്തിന്റെ ഒരു ലോജിക്ക് സെയിം തന്നെയാണ്. അപ്പം സിറ്റുവേഷൻസ് കുറച്ച് മാറ്റി തരുന്നു, കുറച്ച് ലോജിക്ക് മാത്രം സെയിം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 4 cards with numbers 1, 2, 3, 4 on them are joined to make 4-digit number. 4 cards, 4 cards ഉണ്ട്. അതിനകത്ത് എന്താ? അപ്പം 4 കാർഡ്. 1, 2, 3, 4 ഉണ്ട്. അപ്പൊ ഓരോന്നിനും ഇതിന് 1, ഇതിന് 2, ഇതിന് 3, ഇത് 4. ഇങ്ങനെ 4 കാർഡ് ഉണ്ട്. ഇതെല്ലാം ജോയിൻ ചെയ്തിട്ട് നമ്മൾ എന്താ 4-digit നമ്പേഴ്സ് ഉണ്ടാക്കും. അല്ലേ? 4 കാർഡ്സുള്ളപ്പോ എന്തായാലും 4-digit നമ്പേഴ്സ് ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ. ഒന്നിനും 0യും ഇല്ല. അപ്പൊ 0 ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ 4-digit നമ്പേഴ്സ് ഉണ്ടാക്കാം. അപ്പൊ 0 ആണെങ്കിൽ എന്താ 0 ആദ്യം വെക്കുമ്പോൾ 3-digit നമ്പർ ആവും. ഇനി what is the probability that the number is greater than 4000? What is the probability that the number is greater than? അപ്പൊ നമ്മൾ ആ നമ്പർ ഫോം ചെയ്യുമ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ ഇതില് ആ നമ്പർ എന്താണ്? ഈ കാർഡ്സ് എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് 4-digit ആക്കുമ്പോൾ ആ നമ്പർ 4000-നേക്കാൾ കൂടാനുള്ള സാധ്യത, പ്രോബബിലിറ്റി, അതാണ് ചോദിച്ചിരിക്കുന്നത്. എന്തോരമുണ്ട്? അപ്പൊ ഇതാണ് നമ്മുടെ 4 കാർഡ്സ്. അപ്പം ഇതിനകത്ത് ഇപ്പം നമുക്ക് മൊത്തത്തിൽ എന്താ പല രീതിയിൽ 4-digit നമ്പേഴ്സ് ഉണ്ടാക്കാം. അപ്പം 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. 1000 അല്ലെ, 1234 അല്ലെ, ഇതൊരു 4-digit നമ്പർ 1234. ഇങ്ങനെ ഇതാക്കാം. അപ്പൊ നോക്കിക്കേ, അപ്പൊ ആദ്യം ഞാൻ 1234 ഞാൻ 1 ഫിക്സ് ചെയ്യുക 1000 പ്ലേസിൽ. ഇതിവിടെ നമ്മുടെ 1 ഫിക്സ് ചെയ്ത് ഇവിടെ 2 കൂടെ ഫിക്സ് ചെയ്ത് ഇനി എന്താ 3, 4 ഇതിന് എനിക്ക് ഒന്നുകൂടി റിവേഴ്സ് ചെയ്ത് എഴുതാലോ, 4, 3. ഇനി ആ ഒരു കേസ് കഴിഞ്ഞ് ഇനിയും 1 ഫിക്സ് ചെയ്തു. ഈ ഇവിടുത്തെ 2 പോസിബിൾ ഔട്ട്കം മാറ്റി, പോസിബിൾ ആയിട്ടുള്ള രീതികള്. ഇനി എന്താ 2നെ മാറ്റി എനിക്ക് എന്താ ഇവിടെ 3 ആക്കാം അല്ലെ. 3 ആക്കുമ്പോ എന്താണ്? ഇവിടെ 2 ഇവിടെ 4 വന്നെന്ന് വെച്ചോ. പിന്നെ എന്താ 1ഉം 3 അവിടെ വെച്ചിട്ട് ഇവിടെ എന്താ 4, 2 എന്ന് പറഞ്ഞ് റിവേഴ്സ് ചെയ്ത് എഴുതാം. ഇനി നോക്കിക്കേ, ഇപ്പൊ 3യുടെ 1, 3 ആ ഒരു ഇത് കഴിഞ്ഞു. ഇനി 1, 4 പിന്നെന്ത് വരും? 3, 2 അല്ലെ, 1, 4, 3, 2, 1, 4, 3, 2. ഇനി 1, 4 അതുപോലെ തന്നെ വെച്ചിട്ട് 1, 4, 2, 3 അല്ലെ. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇനി ഒന്നും വരത്തില്ല, ഇതുവരെ ഉള്ളൂ. എല്ലാ പോസിബിൾ കേസസും നമ്മൾ ചെയ്ത്. ഇനി വരണമെങ്കിൽ എന്താണ്? ഇവിടെ 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ അടുത്ത് എന്താ? ഞാൻ 1 കൊടുത്തെന്ന് വെച്ചു. പിന്നെ വന്ന് 3, 4 2, 1 അവിടെ തന്നെ വെച്ചു. 4, 3 ഇനി 2 വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ 1ന് പകരം ഇവിടെ ഞാൻ 2 ഇവിടെ ഓൾറെഡി ഫിക്സ് ചെയ്തു. ഇവിടെ 1ന്റെ പോസിബിലിറ്റി 1 സെക്കൻഡ് വെച്ചപ്പോൾ പോസിബിലിറ്റി നോക്കി. ഇനി 3 അത് കഴിഞ്ഞ് എന്ത് വരും? 1, 4 എഴുതാം. 2, 3, 4, 1 എന്നും എഴുതാം അല്ലേ. പിന്നെന്ത് വരും? 2 വെച്ചിട്ട് അടുത്തത് ഞാൻ മാറ്റി 4 എഴുതിയെന്ന് വെച്ചോ. 4 എഴുതുമ്പോ ഇവിടെ 3, 1, 2, 4, 1, 3. ഇതെന്താ? ഇതിങ്ങനെ പോകും. ഇവിടെ 3 ഫിക്സ് ചെയ്യും, അങ്ങനെ ഇവിടെ 4 ഇതാക്കും. അപ്പൊ അങ്ങനെ വരും. ഇവിടെ എന്താ? ഓരോ റോയും നോക്കിയാൽ 1, 2, 3, 4, 5, 6. 1, 2 സെക്കൻഡ് നോക്കി 1, 2, 3, 4, 5, 6. അങ്ങനെ ഓരോ റോയിലും എത്ര 6 എണ്ണം വീതം വന്നിട്ടുണ്ട് ഓരോ പോസിബിൾ കേസസ് ആയിട്ട്. ഇപ്പൊ ഇവിടെ 3യുടെ ഇവിടെ 6 എണ്ണം വരും, 4ന്റെ ഇവിടെ 6 എണ്ണം വരും. അപ്പൊ മൊത്തം എത്ര? 1, 2, 3, 4 റോസ് ഉണ്ട്. അപ്പൊ ഓരോ റോയിലും 6 എണ്ണം വെച്ച് അങ്ങനെ മൊത്തം 4 റോയിലപ്പോ 6 into 4 is equal to 24. അങ്ങനെ 24 കേസസ് ഉണ്ട്, പോസിബിൾ കേസസ് മൊത്തം. അപ്പൊ എന്താ? ഇതൊക്കെ നമ്മുടെ സാമ്പിൾ സ്പേസാ. ഇത് നമ്മുടെ സാമ്പിൾ സ്പേസ് അല്ലെ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ. 1, 2, 3, 4 എന്ന് പറഞ്ഞ കാർഡ്സ് തന്നിട്ടുണ്ട്. ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടാകാം. അറേഞ്ച് ചെയ്യുമ്പോ ഇത്രയും വന്നിട്ടുണ്ട്, ഇത്രയും നമ്പേഴ്സ് വരും. അപ്പൊ എന്താ? 24 നമ്പേഴ്സ്.
n of s is equal to 6 into 4 is equal to 24. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താ, ആ നമ്പർ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് അത് 4000-നേക്കാൾ വലുതാവാനുള്ള സാധ്യത അല്ലെ. അപ്പൊ എയിൽ എന്തൊക്കെ വരും 4000 വരുമ്പം ഇവിടെ 4ന്റെ അല്ലെ 4 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തൊക്കെ വരും? 4 ഇവിടെ 1 ഇടാം, 3 2 എന്ന് വരാം, 4 1 2 3 എന്ന് എഴുതാം അല്ലെ. ഇനി 4 ഒന്നുകൂടി വെച്ചു, 1 കഴിഞ്ഞുള്ള 1 ഫിക്സ് ചെയ്തപ്പോ അല്ലെ പോസിബിൾ കേസസ് കഴിഞ്ഞ് ഇനി ഞാൻ 2 ഫിക്സ് ചെയ്തു. 2 ഫിക്സ് ചെയ്യുമ്പോൾ ഏതൊക്കെ വരും? 3 1 വരാം, അല്ലെങ്കിൽ 4 2 1 3. ഇനി 4 ഇവിടെ സെക്കൻഡ് 1 ഫിക്സ് ചെയ്തു, 2 ഫിക്സ് ചെയ്തു, ഇനി 3 ഞാൻ ഇവിടെ ഫിക്സ് ചെയ്തു. അപ്പൊ 1 2 4 3 2 1 ഇത്രയല്ലേ ഉള്ളൂ. എത്ര ഉണ്ട്? 1 2 3 4 5 6 അല്ലേ. നേരത്തെ പറഞ്ഞ എല്ലാത്തിലും ഓരോ റോയിൽ 6 കേസസ് ഉണ്ട്. അപ്പൊ ഈ 4 വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ്? 6 കേസസ്, 6 ഔട്ട്കംസ് ഉണ്ട്. അപ്പൊ n of a എന്ന് പറയുമ്പോ 6. n of s 24, n of a 6. എന്താ പ്രോബബിലിറ്റി ആയിട്ട് പിടിക്കാം അല്ലെ. ഇപ്പം 3 ആയിരുന്നെങ്കിൽ ഇതെല്ലാം എന്താ 3 2 ആണ് ഫസ്റ്റ് വരുന്നെങ്കിൽ അതെല്ലാം 4000 താഴെ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ 4000 മുകളിലോട്ട് അല്ലെ, അങ്ങോട്ടാകാനുള്ള സാധ്യത. അപ്പൊ p of a is equal to n of a by n of s is equal to n of a 6 by മൊത്തം 24, n of s 24. 6 by 24, 1 6 is 6, 6 4s are 24. രണ്ടും 6ന്റെ മൾട്ടിപ്പിൾ, അതുകൊണ്ട് ഇതാ 1/4. അപ്പൊ 1/4 ചാൻസേ ഉള്ളൂ എന്ന് വെച്ചാൽ 25% ചാൻസേ ഉള്ളൂ. 1/4 എന്ന് പറഞ്ഞാൽ 4 അല്ലെ. 4 എന്ന് പറയുമ്പോൾ 25%. അപ്പൊ നമ്മൾ ആ 4 നമ്പേഴ്സ് തന്നിട്ടുണ്ട് അല്ലെ, ഓരോ കാർഡ്സിൽ എഴുതിയ 4 കാർഡ്സ് തന്നിട്ടുണ്ട്. ഈ കാർഡ്സ് നമ്മൾ അറേഞ്ച് ചെയ്ത് 4 ഡിജിറ്റ് നമ്പേഴ്സ് ആക്കുമ്പോൾ അത് 4000-ന്റെ മുകളിലേട്ട് ആവാനുള്ള സാധ്യത എത്രയാണല്ലോ? 25%, അല്ലെങ്കിൽ 1/4. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെയിം സിറ്റുവേഷൻ തന്നെ 4 കാർഡ്സ് അറേഞ്ച് ചെയ്യണേണ്ട. What is the probability that the number is less than 4000? അല്ലെ, നമ്മുടെ സാമ്പിൾ സ്പേസ് നമ്മൾ പറഞ്ഞായിരുന്നു. സാമ്പിൾ സ്പേസിൽ മൊത്തം എത്ര എണ്ണം ഉണ്ട്? n of s 24 അല്ലെ. മൊത്തം 24 നമ്പേഴ്സ് ഉണ്ട് 4 ഡിജിറ്റ് നമ്പേഴ്സ് ആയിട്ട് അല്ലെ, നമുക്ക് തന്ന കാർഡ്സ് വെച്ച് തന്ന ഡിജിറ്റ്സ് അല്ലെ. ഇനി ഇതെന്താ നേരത്തെ വെച്ച് ഗ്രേറ്റർ ദാൻ 4000, ഇതെന്താ ലെസ് ദാൻ 4000. ഈ n of a കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. നമുക്ക് നേരത്തെ പറഞ്ഞ എന്താ 4000-നേക്കാൾ വലിയ നമ്പേഴ്സ് n of a എന്ന് പറഞ്ഞെടുത്ത് 6 ആയിരുന്നു. ഈ 24-ൽ നിന്ന് ഞാൻ ആ 6 കുറച്ചാൽ മതി. എത്രയാ? 18. n of a എനിക്ക് 18 കിട്ടും. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? നേരത്തെ എഴുതിയില്ലായിരുന്നു നമ്മൾ ഓരോ. അപ്പം 1 വെച്ച് 1 ഫിക്സ് ചെയ്ത് 1 2 3 4 1 2 4 3 അങ്ങനെ ഇവിടെ 2 ഫിക്സ് ചെയ്ത് പോയി. ഇവിടെ എത്ര എണ്ണം ഉണ്ടാവും? 6 എണ്ണം ഉണ്ടാവും. ഇവിടെ 6 എണ്ണം ഉണ്ടാവും. അങ്ങനെ 3 ഫിക്സ് ചെയ്ത് എന്താ ഇവിടെ 6 എണ്ണം ഉണ്ടാവും. ഇപ്പൊ 3 സെറ്റില് ഇപ്പൊ 4 ഫിക്സ് ചെയ്ത് എന്താ ഗ്രേറ്റർ ദാൻ 4 ആവും. അപ്പൊ അത് വേണ്ട. ഇപ്പൊ ഇവിടം വരെ 3 റോസിലും അങ്ങനെ എന്താണ് ഓരോ റോയിലും 6 എണ്ണം വീതം വരും. അപ്പൊ എന്താ 6 + 6 + 6 18, അല്ലെങ്കിൽ 6 × 3 18, അല്ലെങ്കിൽ ഇങ്ങനെയും എഴുതാം. 18 കിട്ടി. ഇനിയിപ്പോ നമുക്ക് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാമല്ലോ. p of a is equal to n of a by n of s. എത്ര? n of a 18, n of s എത്ര? 24. ഇതെത്ര വരും? ഇത് രണ്ടും 6-ൽ പോവും. ഇതെന്താ 6 3s are 80, 6 4s are 24. 3/4 3/4 എന്ന് പറഞ്ഞാൽ മുക്കാൽ, 75% അല്ലേ. അപ്പം 75% എന്താണ്? 4000-നേക്കാൾ കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. 25% എന്താ 4000-നേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ 3/4 ചാൻസ്. അത്രേ ഉള്ളൂ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങൾക്ക് പ്രോബബിലിറ്റി, ഇപ്പൊ ഏത് ക്വസ്റ്റ്യൻ തന്നാലും പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഇപ്പൊ എളുപ്പമായെന്ന് കരുതുന്നു.
ഈ ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ഇടാം. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്പർ പ്രോബബിലിറ്റി എന്ന് പറയുന്നതിൽ ജസ്റ്റ് ആയിട്ട്. ഇനി നമുക്ക് ജോമെട്രി പ്രോബബിലിറ്റി അങ്ങനെ പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. സോ ഹാവ് എ നൈസ് ഡേ. ബൈ.